റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ക്യാബിൻ ബാഗേജുമായി ബന്ധപ്പെട്ട നിയമം മാറ്റുവാനും വിമാനം വൈകിയാൽ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താനും ഇന്ന് 27 യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാർ ബ്രസൽസിൽ യോഗം ചേരും. ക്യാബിൻ ബാഗേജുമായി യാത്ര ചെയ്യുന്നവരിൽ നിന്നും പ്രത്യേക ബാഗേജ് ചാർജ് ഈടാക്കാനും വിമാനം ദീർഘനേരം വൈകിയാൽ മാത്രമായി നഷ്ടപരിഹാരം നിജപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ വ്യോമയാത്രക്കാരുടെ അവകാശങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അംബാസിഡർമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ പിന്നീട് വ്യാഴാഴ്ച നടക്കുന്ന 27 ട്രാൻസ്പോർട്ട് മന്ത്രിമാരുടെ യോഗത്തിൽ വയ്ക്കും. സീറ്റിനടിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഹാൻഡ് ലഗേജ് മാത്രമായിരിക്കും സൗജന്യമായി കൊണ്ടുപോകാനാവുക എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു നിർദ്ദേശം. മറ്റ് ഹാൻഡ് ലഗേജുകൾക്ക് പ്രത്യേകം ചാർജ് നൽകേണ്ടതായി വരും. കഴിഞ്ഞ മാസം യൂറോപ്യൻ കൺസ്യൂമേഴ്സ് ഓർഗനൈസേഷൻ പരാതി നൽകിയതോടെയാണ് ഹാൻഡ് ലഗേജിന് ചാർജ് ഈടാക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയത്. 12 അംഗരാജ്യങ്ങളിൽ നിന്നായുള്ള 16 ഉപഭോക്തൃ സംഘടനകളാണ് ചില ലോ കോസ്റ്റ് എയർലൈനുകൾ നിയമവിരുദ്ധമായി ഹാൻഡ് ലഗേജ് ചാർജ് ഈടാക്കുന്നതായി പരാതിപ്പെട്ടത്. ഹാൻഡ് ലഗേജ് യാത്രയുടെ ഭാഗമാണെന്നും അതിന് ചാർജ് ഈടാക്കരുതെന്നും യൂറോപ്യൻ കോടതി വിധിച്ചിരുന്നു. മറ്റേണിറ്റി പരിചരണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയ NHS ട്രസ്റ്റിനെതിരെ കോർപ്പറേറ്റ് നരഹത്യാ കേസ് ചുമത്തി അന്വേഷണം പ്രഖ്യാപിച്ച് പോലീസ്. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റ് നടത്തിവരുന്ന ക്യൂൻസ് മെഡിക്കൽ സെന്റർ, സിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസ് അന്വേഷണം. NHS ചരിത്രത്തിലെ ഏറ്റവും വലിയ മറ്റേണിറ്റി റിവ്യൂ നേരിടുകയാണ് ഈ ട്രസ്റ്റ്. ഈ ആശുപത്രികളിൽ നടന്ന നവജാത ശിശുക്കളുടെ മരണം, ചാപിള്ളയായുള്ള ജനനം, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നേരിട്ട അപകടങ്ങൾ എന്നിങ്ങനെ 2000-ലധികം കേസുകളിലാണ് സ്വതന്ത്ര മിഡ്വൈഫ് ഡോണ ഓക്കന്റോൺ റിവ്യൂ നടത്തുന്നത്. 2023 സെപ്റ്റംബറിൽ നോട്ടിംഗ്ഹാംഷെയർ പോലീസ് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. 200 കുടുംബങ്ങളുടെ കേസുകൾ പരിശോധിച്ച ശേഷം ഇപ്പോൾ കോർപ്പറേറ്റ് നരഹത്യാ കേസായി അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് സേന വ്യക്തമാക്കുന്നു. തങ്ങളുടെ നടപടികളെ വളരെ നിസ്സാരമായി കണക്കാക്കി വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം സംഭവിച്ച ഗുരുതര വീഴ്ചകൾ ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നാണ് കോർപ്പറേറ്റ് നരഹത്യാ കേസ് പ്രകാരം പരിശോധിക്കുക എന്ന് ഓപ്പറേഷൻ എന്ന് പേരിട്ട അന്വേഷണം നയിക്കുന്ന ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് മാത്യു ക്രം പറഞ്ഞു. ഇതുവരെ 200 കേസുകളാണ് പരിശോധിച്ചതെങ്കിലും കേസുകളുടെ എണ്ണം 2500 വരെ ഉയരുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇന്തോനേഷ്യയിലേക്ക് ഏകദേശം 1 കിലോഗ്രാം കൊക്കൈൻ കടത്തിയ കേസിൽ ബാലിയിൽ കോടതിയിൽ ഹാജരായ 3 ബ്രിട്ടീഷുകാർക്ക് വധശിക്ഷ ലഭിക്കാൻ സാധ്യത. എക്സ്റേ സ്കാനിങ്ങിനിടെ ലഗേജിൽ കണ്ടെത്തിയ വസ്തുക്കളിൽ സംശയം തോന്നിയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബ്രിട്ടീഷ് വംശജരായ ജോനാഥൻ ക്രിസ്റ്റഫർ കോളിയർ, ലിസ എലൻ സ്റ്റോക്കർ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ജോനാഥൻ കോളിയറുടെ ലഗേജിലുണ്ടായിരുന്ന 10 സാച്ചറ്റ് ഏഞ്ചൽ ഡിലൈറ്റ് ഡെസേർട്ട് മിക്സിലും പങ്കാളിയായ ലിസ സ്റ്റോക്കറുടെ സ്യൂട്ട് കേസിലെ സമാനമായ 7 സാച്ചറ്റുകളിലും ആകെ 993.56 ഗ്രാം കൊക്കൈൻ അടങ്ങിയിട്ടുണ്ടെന്ന് ലാബ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഇത് ഏകദേശം 6 ബില്യൺ രൂപ വിലമതിക്കുമെന്ന് ഡൻ പാസർ ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർ മേറ്റ് ദിപ ഉംപാര പറഞ്ഞു. പഴങ്ങൾ പറിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമൊക്കെയായി വിളവെടുപ്പ് സീസൺ കാലത്ത് മാത്രം 6 മാസത്തേക്ക് വിദേശത്ത് നിന്ന് UK-യിലേക്ക് കൊണ്ടുവരുന്ന താൽക്കാലിക തൊഴിലാളികളുടെ യാത്രാ ചെലവും വിസ ചെലവുമെല്ലാം ഇനി മുതൽ തോട്ടമുടമകളോ സൂപ്പർ മാർക്കറ്റുകളോ വഹിക്കേണ്ടതായി വരും. സർക്കാർ കമ്മീഷൻ ചെയ്ത ഒരു റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശമുള്ളത്. കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണിത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ എൻവയോൺമെന്റ്, ഫുഡ് ആൻഡ് റൂറൽ അഫയേഴ്സിനു വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സീസണൽ വർക്കർ വിസയിലെത്തുന്ന കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതായി പറയുന്നു. ഇതിൽ ഒരു ഇന്തോനേഷ്യൻ തൊഴിലാളി മനുഷ്യാവകാശ ലംഘനം ആരോപിച്ച് UK സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിച്ച കാര്യവും പരാമർശിക്കുന്നുണ്ട്. 6 മാസക്കാലത്തെ ഈ താൽക്കാലിക വിസയിൽ 10,000-കണക്കിന് ആളുകളാണ് ബ്രിട്ടനിലെത്തുന്നത്. ഇവരിൽ പലരും ബ്രിട്ടനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ യാത്രാ വിസ ചെലവുകൾക്കായി പണം കടം വാങ്ങി ആയിരക്കണക്കിന് പൗണ്ട് കടത്തിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ഇവരെ ചൂഷണം ചെയ്യാൻ കഴിയും. ഈ യാത്രാ ചെലവും മറ്റ് റിക്രൂട്ട്മെന്റ് ചെലവുകളും വഹിക്കാൻ തൊഴിലുടമകൾ നിർബന്ധരാകും. അമേരിക്ക പോലെ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇതാണ് സാഹചര്യം. നിലവിൽ ലൈസൻസ് ഉള്ള ഒരുപറ്റം ഓപ്പറേറ്റർമാരാണ് വിദേശത്ത് നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഇവർ തന്നെ. എന്നാൽ ഇവർ വിസ ചെലവും UK-യിലേക്കുള്ള യാത്രാ ചെലവും എല്ലാം നൽകാൻ തൊഴിലാളികളെ നിർബന്ധരാക്കുകയാണ്. ഇതിന് പകരമായി ഇപ്പോൾ 4 ബദൽ നിർദ്ദേശങ്ങളാണ് സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിലവിൽ വന്നാൽ മൊത്തം ചെലവും ഇവരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാർ, തോട്ടമുടമകൾ, ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ, ഉപഭോക്താക്കൾ എന്നിവർ ചേർന്ന് വഹിക്കേണ്ടതായി വരുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. UK മലയാളികളെ വീണ്ടും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു മരണവാർത്ത കൂടി. കോട്ടയം നീണ്ടൂർ സ്വദേശിയായ ശ്രീരാജ് PS ആണ് നാട്ടിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലിരിക്കെ വിട പറഞ്ഞത്. 2 മാസം മുൻപ് നാട്ടിലെത്തിയപ്പോൾ പതിവായി നടത്താറുള്ള ചെക്കിങ്ങിനോടനുബന്ധിച്ച് ഉദര സംബന്ധമായ രോഗങ്ങൾ കണ്ടെത്തുകയും അർബുദം സ്ഥിരീകരിക്കുകയും അടിയന്തര ചികിത്സ ആരംഭിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ശ്രീരാജിനെ തേടി മരണമെത്തി. നാട്ടിലെ ചികിത്സ പൂർത്തിയാക്കി UK-യിലെത്തി സ്റ്റോക്ക് മാൻറ്റിവിൽ ഹോസ്പിറ്റലിൽ തുടർ ചികിത്സകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ചികിത്സകൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം അമൃത ആശുപത്രിയിൽ തിരികെ എത്തി ചികിത്സ പുരോഗമിക്കവെയാണ് ആകസ്മികമായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്.
കഴിഞ്ഞയാഴ്ച വിപണിയിൽ ഓളം തീർത്ത ആൽഡിയുടെ 150 പൗണ്ടിന്റെ എക്സസൈസ് മെഷീൻ വീണ്ടും വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്നു. ഒറിജിനൽ മെഷീനേക്കാൾ 1750 പൗണ്ടിന്റെ കിഴിവാണ് ആൽഡി നൽകുന്നത്. പല ആൽഡി സ്റ്റോറുകളിലും ഈ മെഷീൻ വാങ്ങാൻ എത്തിയവരുടെ തിരക്കിൽ അടിപിടികൾ വരെ നടന്നിരുന്നു. പലയിടങ്ങളിലും മെഷീൻ വാങ്ങാൻ അതിരാവിലെ 5 മണി മുതൽ തന്നെ ഉപഭോക്താക്കൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയും ഉണ്ടായി. അതിനിടയിൽ മെഷീന്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ചില ടിക്ടോക്ക് ഉപയോക്താക്കൾ പരാതിയുമായി വന്നത് വിപണിയെ ഒന്നുലച്ചു. കേടായ ചില മെഷീനുകൾ വാങ്ങി അധികം താമസിയാതെ തന്നെ തിരികെ വരികയും ചെയ്തു. റബ്ബർ വീലുകൾ അടർന്നു പോകുന്നു എന്തായിരുന്നു പ്രധാന പരാതി. അതേസമയം വിലക്കുറവ് പോലെ ആകർഷകമായ ചില വസ്തുതകൾ ഉണ്ടെങ്കിൽ കൂടി വില കൂടിയ മെഷീനുകളുടെ അത്ര ഗുണനിലവാരം പ്രതീക്ഷിക്കാനാവില്ലെന്ന് ചില കായിക പരിശീലകരും അഭിപ്രായപ്പെടുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. നിലവിലെ ചാമ്പ്യൻ ഇഗ സ്വിയാറ്റെക് ചൊവ്വാഴ്ച ഫിലിപ്പ് ചാട്രിയൽ കോർട്ടിൽ എലീന സ്വിറ്റ്ലോനയെ 6-1, 7-5 എന്ന സ്കോറിന് തകർത്ത് 2025 ഫ്രഞ്ച് ഓപ്പൺ സെമി ഫൈനലിൽ പ്രവേശിച്ചു. തന്റെ 4ാം തുടർച്ചയായ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ലക്ഷ്യമിടുന്ന പോളിഷ് 5ാം സീഡ് 13ാം സീഡായ ഉക്രൈനിയൻ താരത്തെ പാരീസ 90 മിനിറ്റിനുള്ളിൽ തന്നെ പുറത്താക്കി. ഈ വിജയത്തോടെ തുടർച്ചയായ കിരീടങ്ങളുടെ 102 വർഷം പഴക്കമുള്ള റെക്കോർഡിന് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് സ്വിയാറ്റെക്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.03 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.